നമ്മള് നമുക്ക് എല്ലാ ദിവസവും ഈ സൂം ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും. അതിൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നമുക്ക് വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണം നമ്മൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിന് വല്ല ഫീൽഡിലേക്കോ എന്തെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ട്രാവലിങ്ങോ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പൊ ഞാനോ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ സൂം മീറ്റുമായി മുന്നോട്ട് തന്നെ പോകുന്നത്. നമ്മുടെ ബിസിനസിന്റെ ഏക എത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകാനും തയ്യാറായിട്ടാണ് നമ്മളെല്ലാവരും വന്നത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാനല്ല ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതനായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിരിക്കും നിങ്ങളിലേക്ക് പടർന്ന് കയറാൻ പോകുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ MC ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ പേര് നജാഫ് എന്നാണ്. എൻ്റെ വീട് കോഴിക്കോട് മലപ്പുറം ബോർഡർ ആയിട്ടുള്ള കടലുണ്ടിയാണ് സ്വദേശം. ഞാൻ ഒരു പ്രവാസിയാണ്. ജിദ്ദയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാസമായിട്ട് നാട്ടിലുണ്ട്. ഇൻഷാ അള്ളാ ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകും. വീണ്ടും അവിടെ നിന്ന് നമ്മൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാവർക്കും ഏകദേശം അറിയുന്നവരും അറിയാത്തവരും ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നിങ്ങളിലേക്ക് അതിൻ്റെ എല്ലാ വിവരങ്ങളും എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരിക്കും ക്ലാസ് എന്നുള്ളത്. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പോകാം. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു പോസ്റ്റർ ഒന്നുമില്ല, നമ്മുടെ ഒരു ജയസൂര്യയുടെ ഒരു ഒരു ടോക്കുള്ള ജയസൂര്യയും അജു വർഗീസ് ഉള്ള ഒരു വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അതിൽ അപ്പക്സ് ടോക്കണൊക്കെ വെച്ചിട്ട് എന്നെ കൊടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറച്ച് പേര് എൻ്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു എന്താണ് പുതിയ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് പേര് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. ഒരു വർഷത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 2024 നമുക്ക് നഷ്ടപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രൊജക്റ്റിലൂടെ നമ്മൾ പോസിറ്റീവാണ്, പോസിറ്റീവ് വൈബ് കാണിക്കാൻ മൈൻഡുള്ളവരാണ് എന്ന് ആ പവറോട് കൂടി നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നുള്ള പവറോട് കൂടി മുന്നോട്ട് പോരാം മനസ്സുള്ള ആളുകളായിട്ട് മാറണം. ഏത് ബിസിനസ് ആണോ കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ലെവലിൽ കിട്ടിയോ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ നമ്മുടെ ഏണിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് എൻ്റെ അടുത്തുള്ളത്. കാരണം നമുക്ക് സമയത്തിനായിട്ട് ഒരിക്കലും കാത്തിരിക്കാൻ പാടില്ല. നമ്മുടെ സമയം ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ്. ഒരു സെക്കൻഡ് പോയി ഒരു സെക്കൻഡ് പോയി. നമ്മളെല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യാത്ര എൻഡ് ഓഫ് ദ ഡെത്തിലേക്ക്, മരണത്തിലേക്ക് നമ്മൾ എല്ലാവരും നടക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫ് കുറച്ച് ചെറിയ കാലങ്ങളാണ്. പക്ഷേ നമുക്ക് ആ കാലയളവിനുള്ളിൽ നമ്മുടെ ജീവിതം ആസ്വാദ്യമാക്കണം. നമ്മുടെ ജീവിതം വളരെ എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ പറയാ, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുന്ന രീതിയിൽ അതിനെല്ലാം ഒരേ ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? ആ സാധനം ചെയ്യെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മുഖ്യ ഘടകം എന്താ? നമ്മൾ മരിച്ചു പോയതല്ല, ഇവിടെയുള്ള ഒരു രീതിയിലുള്ള മുഖ്യ ഘടകം മണി ഈസ് ദ അൾട്ടിമേറ്റ് പവർ. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ തലത്തിലും എവിടെയാണെങ്കിലും, സമൂഹത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ ബന്ധുമിത്രാദികൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എവിടെ പോയാലും നമുക്ക് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു സ്ഥാനം കിട്ടണമെങ്കിൽ, നമുക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ അതിന് പണം തന്നെ വേണം. അത് പണം എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ആരും ചോദിക്കില്ല. പണം ഉള്ളവനാണ് മുഖ്യ ഘടകം. പക്ഷേ പണം ഉണ്ടാക്കാൻ നമ്മൾ കക്കാനോ അല്ലെ പിടിച്ചു പറിക്കാനോ മറ്റുള്ള ഇതൊന്നും ചെയ്യാതെ നമ്മൾ നേരായ മാർഗത്തിൽ വളരെ സത്യസന്ധമായി നല്ല ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് നല്ല ബിസിനസ്സിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് നമ്മളെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനും അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. എല്ലാ ദിവസവും നമ്മൾ ഇവിടെ Zoom മീറ്റ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഞാൻ ഈ ബിസിനസ്സിനെ പറ്റി പറയാനും ഈ ബിസിനസ്സിനെ പറ്റി പരിചയപ്പെടുത്താനും ഈ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും ഈ ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പഠിക്കാനുള്ള നമ്മളിലേക്ക് ഏറ്റവും അനുയോജ്യനായ നമ്മളെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മുടെ എല്ലാം സീനിയോറിറ്റി എല്ലാം ഈ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് കൊണ്ടുപോകുന്ന എങ്ങനെ ഒരു ലീഡർഷിപ്പിൽ ഇരിക്കണമെന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയും എക്സ്പീരിയൻസുമായിട്ടുള്ള നമ്മുടെ എല്ലാം ഗുരുവര്യനും അധ്യാപകനുമായ എല്ലാം കൊണ്ടും അനുയോജ്യനായ നമ്മുടെ റഷീദ് അലി മാഷ് ഇവിടെ നിങ്ങളിലേക്ക്
ഈ അപ്പക്സ് ടോക്കൺ എന്താണെന്നും ഈ അപ്പക്സ് ടോക്കൺ എങ്ങനെ ചെയ്യണമെന്നും ഈ ബിസിനസ് എന്താണെന്നും ക്രിപ്റ്റോ കറൻസി എന്താണെന്നും ടോക്കൺ എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ നിങ്ങൾ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളിലേക്ക് കറക്റ്റ് വിവരണം, നാടൻ ശൈലിയിൽ കറക്റ്റ് വിവരണം എത്തിക്കാൻ നമ്മളിലേക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേറ്റ് ലീഡർ റഷീദ് അലി മാസ്റ്ററെ ഞാൻ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഓൺ ദ സ്ക്രീൻ റഷീദ് അലി മാസ്റ്റർ. താങ്ക് യു സാർ, താങ്ക് യു. കേൾക്കാമോ സാറേ? ക്ലിയർ ആണ് സാർ, പെർഫെക്റ്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം, നല്ലൊരു സായാഹ്നം. ഓക്കെ, നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോട് നമുക്കൊരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു പ്രാർത്ഥന നിർവഹിച്ച് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. മുസ്ലിങ്ങളെ ഭാഷയിൽ പറഞ്ഞാല് അതിലൊരു ബർക്കത്തുണ്ടാവും എന്ന് പറയും. മാത്രല്ല, ഇന്ന് മുതൽ മുസ്ലിങ്ങൾക്ക് ഒരു വിശേഷ ദിവസം കൂടിയാണ് അല്ലെ. തൊട്ടടുത്ത 2-3 മാസങ്ങള് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസമാണ്. ആ വിശേഷ ദിവസത്തിന്റെ ആദ്യ ദിവസത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിന് എല്ലാവിധ ഐശ്വര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ബിസിനസിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി നമുക്കൊരു പ്രാർത്ഥന നിർവഹിച്ച് വളരെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഭാഗവാക്കാവുക. നമ്മുടെ പ്രാർത്ഥന നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ പ്രോഗ്രാമിൽ നിരവധി നമ്മുടെ ആളുകൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ആളുകൾ കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ വെൽ ഡ്രസ്സോടെ ആയിരിക്കണം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ മീറ്റിംഗ് റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മീറ്റിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ വെൽ ഡ്രസ്സിലായിരിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നവരൊക്കെ അവരെ വീഡിയോ ഓണാക്കിക്കൊണ്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ലക്ഷദ്വീപിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിൽ നിന്നും പങ്കെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന്, അതുപോലെ UAE-യിൽ നിന്ന്, ഖത്തറിൽ നിന്നൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റുകളും കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മള് ഈ മെസ്സേജ് ഷെയർ ചെയ്തിട്ട് ആളുകൾ കയറി വരികയാണ് എന്താണ് ഈ ബിസിനസ് എന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്നാണ്. ഞാൻ ഓൾറെഡി ഒരു ഹിസ്റ്ററി അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ ഒരു മതാധ്യാപകനുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ അധ്യാപന സമയത്ത് തന്നെ ഞാൻ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഏകദേശം 24 വർഷം പൂർത്തിയായിരിക്കുകയാണ് ഞാൻ നെറ്റ്വർക്ക് ആരംഭിച്ചിട്ട്. 25ാമത്തെ വർഷത്തിലേക്ക് ഈ അപെക്സ് എന്ന ബിസിനസ്സുമായിട്ട് ഞാൻ നെറ്റ്വർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 2 മാസം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ബിസിനസ് അവസരമാണ് അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്. ഈ ബിസിനസിന്റെ എന്താണ് ഈ ബിസിനസ് എന്ന് കേൾക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മളെ മെസ്സേജിൽ നമ്മളിന്ന് കൊടുത്തിട്ടുണ്ട് 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാവണോ എന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, 2025 നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ
ഒരു ടേണിംഗ് പോയിന്റ് ആവണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവണോ, എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അപെക്സ് ടോക്കണെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുക. എങ്കിൽ ഈ 2025 ഈ 2025 അവസാനിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കോടീശ്വരനും കോടീശ്വരിയുമായിരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വച്ചോളിം. ഈ 2025 ഈ വർഷം പിന്നിടുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്ന് വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ്, ഒരു ബിസിനസിന്റെ പ്രസന്റേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അപെക്സ് എന്താണെന്ന് പഠിക്കുക. അപെക്സ് പഠിച്ച് അപെക്സിനെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2025 ഡിസംബർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ ബിസിനസ്സിനെ ഒന്ന് പഠിക്കണം. ഈ ബിസിനസ് നമുക്ക് കിട്ടി, നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒരു അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ലോകത്തോട് വിട്ടുപിരിയുമ്പോൾ. ഞാനും നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്നതിന് എന്ത് തെളിവുണ്ട്? ആ തെളിവിന് വേണ്ടി ഒരു 10 കുടുംബങ്ങളിലേക്കെങ്കിലും ഈ അപെക്സിനെ എത്തിച്ചുകൊണ്ട് അവർക്കും ഒരു സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നും നിങ്ങൾ ഇവിടെ വിസ്മരിക്കപ്പെടും. എന്നും നിങ്ങളവിടെ എന്നും എന്തുണ്ടാവും? ഓർക്കപ്പെടും. നിങ്ങളെ ഒരിക്കലും ആളുകൾക്ക് നിങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല. ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞു പോയാലും നമ്മളെ ഒരിക്കലും ആളുകൾ വിസ്മരിക്കൂല. എന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. നമ്മളൊരു കോടീശ്വരനും കോടീശ്വരികളും ആയി മാറിയാൽ നമ്മെ ഈ സമൂഹം എല്ലാവരും വന്ദിക്കും, ബഹുമാനിക്കും. നമ്മുടെ ലീഡർ പറഞ്ഞു നമ്മോട്, അല്ലെ, വെൽക്കം സ്പീച്ചിൽ പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് എപ്പോഴാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവാ നമുക്കറിയില്ല. ആ സമയം കൊണ്ട് എപ്പോഴാണ് പോകാൻ റെഡി ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തിക ഒരു സ്രോതസ് ഉണ്ടാക്കി വെക്കണം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാവണം. നമുക്കും നമ്മുടെ ഫാമിലിക്ക്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അയൽവാസികൾക്ക്, നമ്മുടെ മറ്റുള്ള നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നും നമ്മളെല്ലാവരും ഓർക്കുകയുള്ളൂ ഭൂമി ലോകത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ അപെക്സ് ടോക്കൺ എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് എന്താണ് ഈ ബിസിനസ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഒരാളും നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഒഴിവാക്കൂല. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് അപെക്സിൽ ജോയിൻ ചെയ്തവർക്കും ജോയിൻ ചെയ്യാത്തവർക്കും ആർക്കും കൊടുക്കാം. ഈ മീറ്റിങ്ങിൽ 500 പേർക്ക് സംബന്ധിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം 2 പേർക്കോ 5 പേർക്കോ ഒക്കെ നമുക്ക് ലിങ്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. മാത്രമല്ല, നമ്മൾ ഈ ബിസിനസ് പറയാൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് ഈ ബിസിനസിന്റെ ലിങ്ക് ഒന്ന് കൊടുത്തിട്ട് അവരോട് പറയാം, ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അത് മാത്രം പറഞ്ഞാൽ മതി. ഇതൊരു ബിസിനസ് അവസരം ഉണ്ട്, എനിക്കൊരു ബിസിനസ് അവസരം കിട്ടിയിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്, ഞാൻ അതിലൂടെ പ്രോഫിറ്റ് നേടുന്നുണ്ട്, നിങ്ങളും ഈ ബിസിനസ് അവസരം ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് അയാൾ ഈ ബിസിനസ് അവസരം കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതിന് ഉതകുന്ന ഒരു ബിസിനസ് അവസരമാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബിസിനസ് അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അവസരത്തെ ആരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവര് ജീവിതത്തിൽ സക്സസ് ആകുമെന്നുള്ളതാണ്. അവസരം എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അവസരങ്ങള് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ആ കിട്ടിയ അവസരത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ഇതിനെ പഠിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ 2025 നിങ്ങൾക്ക്
ഗുണമായ ഒരു വർഷമാവണമെങ്കിൽ ഇതിന്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. പല ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കണ്ടി, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഡ്രീമുണ്ട്, അംബീഷൻ ഉണ്ട്. അംബീഷനും ഡ്രീമും രണ്ടും രണ്ടാട്ടോ. ഡ്രീമും അംബീഷനും ഒന്നല്ല. ആഗ്രഹവും അതുപോലെ തന്നെ ഡ്രീമും ഒന്നല്ല. അംബീഷൻ നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കൂ, എന്താണ് ഞങ്ങൾക്കൊരു കോടീശ്വരൻ ആവണ്ടേ, അധികം ആളുകൾ ആവണം എന്ന് പറയും. അല്ലെങ്കിൽ 1 ലക്ഷം, ഒരു മാസത്തിൽ 2 ലക്ഷം അല്ല 5 ലക്ഷം വാങ്ങുന്ന ഒരാളായി മാറണം. നിനക്ക് ക്യാഷ് വേണ്ടേ? ക്യാഷ് വേണം. നിങ്ങളൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു നോക്കുക, ആ കുട്ടിക്ക് ക്യാഷ് വേണം. ക്യാഷ് എല്ലാവർക്കും വേണം. എഫേർട്ട് എടുക്കാൻ ആരും തയ്യാറല്ല, വിശിഷ്യ മലയാളി. ഞാൻ അടങ്ങുന്ന മലയാളി എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. എഫേർട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല. നിങ്ങൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ പഠിക്കുകയാണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിനും എഫേർട്ട് ഉണ്ട്. എഫേർട്ട് എടുക്കാതെ ഇവിടെ ആരും വിജയിച്ചിട്ടില്ല, ലോകത്തിൽ ആരും വിജയിച്ചിട്ടില്ല. അതെന്തായിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ്സിലാണ്, നിങ്ങളൊരു ഓഫീസ് വർക്കിലാണ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് ഉണ്ടാവും, അല്ലെ? ഈവൻ ഒരു പിച്ചക്കാരൻ, ആ പിച്ചക്കാരൻ രാവിലെ അദ്ദേഹത്തിന്റെ പാത്രവുമായിട്ട് എല്ലാ വീടാന്തരം അല്ലെങ്കിൽ കടകൾ പോയിട്ട് അദ്ദേഹം എന്താണ് പിച്ച യാചിക്കണം, അല്ലെ? അപ്പോഴാണ് അതിന് എഫേർട്ട് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും എഫേർട്ട് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. കമ്മിറ്റഡ് ആയിരിക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ കാലത്ത് ഒരു 7 മണി അല്ലെങ്കിൽ 8 മണി ഒക്കെ ആയാൽ ഞാൻ ഈ ബിസിനസ്സിൽ ഇരുന്നാൽ 12:30 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഞാൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും, വോയിസ് കൊടുത്തുകൊണ്ടിരിക്കും, പല കോൾ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അത് നമ്മുടെ ബിസിനസ്സാ. നമ്മൾ എവിടെയാണുള്ളത്, ഒരു ബിസിനസ്സിലാണെന്നുള്ള ബോധം നമുക്ക് വേണം. അത് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യല്ല, അത് എന്നും നിത്യമായി ചെയ്യുക, കൃത്യമായിട്ടും ചെയ്യുക. എങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. ആ കാര്യത്തിലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ പല ആളുകളും പറയാറുണ്ട്, മാഷെ നിങ്ങളൊക്കെ എത്ര അധികം വരുമാനം വാങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഞങ്ങളെല്ലാരും ഈ മാസം, ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എന്ത് വരുമാനം വാങ്ങി നിങ്ങളെ കണ്ടിട്ടുണ്ട്, പോസ്റ്റ്, അല്ലെ? അത് എന്തുകൊണ്ട്? ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 2 മാസം പൂർത്തിയായിട്ടുള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് വലിയൊരു ഏർണിങ്സ് കഴിഞ്ഞ മാസവും ഈ മാസവും നേടാൻ കഴിഞ്ഞതെങ്കിൽ അത് എന്റെ പവർ അല്ല, അത് അപെക്സ് ടോക്കൺ എന്ന ബിസിനസിന്റെ പവർ. അപെക്സിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് വളരെ സിംപ്ലിസിറ്റിയിൽ ഒരു പ്ലാനാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിംപ്ലിസിറ്റി ഉള്ള പ്ലാനാണ് അപെക്സിനുള്ളത്. അത് വളരെയധികം സിമ്പിൾ ആണ്. എന്താണ് ഈ ബിസിനസ്? ഇതൊരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് ആണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2008 സതോഷി നാഗോമോട്ടോ എന്ന് പറയുന്ന ജപ്പാൻ സ്വദേശി കൊണ്ടുവന്ന ഒരു ബിസിനസ് ആണ് ക്രിപ്റ്റോ കറൻസി. 2008 അതൊരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു, ഒരു വിഭാഗം ആളുകളാണ്, എന്തോ ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. ഈ ക്രിപ്റ്റോ കറൻസി ലോകത്ത് വന്നത് 2008 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്തൊക്കെ ഈ ക്രിപ്റ്റോ കറൻസിയെ ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറല്ലായിരുന്നു. എന്തിനധികം ഈ ബിസിനസ് 2009 നമുക്കറിയാം, BTC 2009 ഈ BTC ഇവിടെ വന്നപ്പോ, ക്രിപ്റ്റോ കറൻസി BTC വന്നപ്പോൾ ആളുകളൊക്കെ നെഗറ്റീവ് അടിച്ചു, ആളുകളൊക്കെ കുറ്റം പറഞ്ഞു. നമ്മളെ ആളുകൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്, അല്ലെ? എല്ലാത്തിനും നെഗറ്റീവ് കാണും. നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് ഒഴിവാക്കുക. അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. 2009 BTC ബിറ്റ്കോയിൻ വന്നപ്പോൾ 19 പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ BTCന്റെ വില 1 കോടിക്ക് മുകളിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞാൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് അവകാശപ്പെടുന്നു ഇതിനിപ്പോൾ 1.25 കോടി ആകാൻ പോവാ ഒരു BTC. നിങ്ങൾ മനസ്സിലാക്കണം, വെറും 19 പൈസക്ക് വന്ന കോയിൻ, ആ ബിറ്റ് കോയിൻ ആണ് 2009 19 പൈസക്ക് വന്ന ആ കോയിന് ഇന്ന് വില 1 കോടിക്ക് മുകളിലാണ്. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത്
1 കോടിയാകാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2014 എതേറിയം വന്നു. ഈ എതേറിയം വന്നപ്പോൾ 18 രൂപ ഉണ്ടായിരുന്നത് എതേറിയം, 18 രൂപ. ഈ 18 രൂപ ഉണ്ടായിരുന്ന എതേറിയത്തിന് ഇന്ന് വില 25.76 മുകളിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2017 ബിനാൻസ് വന്നു. ഈ 2017 ബിനാൻസ് വന്നപ്പോൾ അത് 10 രൂപയുടെ വില. ഇന്ന് അത് 62,000-നും 52,000-നും മുകളിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്രിപ്റ്റോ കറൻസി കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അത് നമ്മൾ അതിന് കുറ്റം പറഞ്ഞ് അതിനോട് നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരാവും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ഒരു മൊബൈൽ, അല്ലെ, എന്താണ് ആ മൊബൈലിന്റെ കമ്പനിന്റെ പേര് നോക്കിയോ, അല്ലെ? നോക്കിയോ എന്ന മൊബൈൽ നല്ല മൊബൈലായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അംബാസഡർ കാറ്, അല്ലെ? പഴയ കാലത്തൊക്കെ ഏറ്റവും നല്ല കാർ അംബാസഡർ കാറായിരുന്നു. അതുപോലെ കൊഡാക്ക് ഫിലിം, ഇങ്ങനെ അതുപോലെ തന്നെ നിരവധി സംരംഭങ്ങള് ഇന്ന് നോക്കിയോ മൊബൈലിൽ നോക്കാൻ പോലും കിട്ടൂല. അത് നോക്കി, ഇന്ന് മാർക്കറ്റില് നോക്കിയോ മൊബൈലിനെ നോക്കാൻ പോലും കിട്ടൂല. എന്തേ? അതുപോലെ തന്നെ അംബാസഡർ കാറ്, ഇന്ന് അംബാസഡർ കാർ ഇല്ല. എന്താ കാരണം? കൊഡാക്ക് ഫിലിം ഇന്നില്ല. നിരവധി തൊഴിലാളികൾക്ക് ജോലി കൊടുത്തൊരു കമ്പനിയായിരുന്നു കൊഡാക്ക്. ഇന്ന് അവരൊക്കെ എന്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് തള്ളപ്പെട്ടു? നിങ്ങൾ മനസ്സിലാക്കണം കാരണം. എന്താ കാരണം? രാജ്യത്ത് ടെക്നോളജി പുരോഗമിച്ചപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു തയ്യാറായില്ല, ഒരു ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നോക്കിയോന്റെ സ്ഥലത്ത് ഇന്ന് ഓപ്പോയും അതുപോലെ തന്നെ സാംസങ്ങും മറ്റൊക്കെ വന്നു. അപ്പൊ നമ്മൾ രാജ്യത്തെ ടെക്നോളജി പുരോഗമിക്കുമ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കൂടെ നമ്മൾ നിൽക്കുക, അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് വിജയിക്കാന്ന്. ഇന്നിവിടെ ഗവൺമെന്റ് ജോലി, എത്ര ആൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്നിവിടെ പഠിച്ച എല്ലാവർക്കും ജോലി ഉണ്ടോ? ഡിഗ്രിയും പിജിയും അതിന് മുകളിൽ പല ഡിഗ്രികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ ജോലി ഉണ്ടോ? ഇപ്പൊ ഞാനൊക്കെ ഈ മാസം വാങ്ങിയ, അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ലീഡേഴ്സ് ഒക്കെ ഈ മാസം വാങ്ങിയ ഒരു ഇൻകം ഇന്നൊരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് ചോദിച്ചു നോക്കൂ. ഇന്ന് കാലത്ത് ഞാനൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് ഏറ്റവും സുപ്രഭാതത്തില് നിങ്ങൾ കണ്ടിരിക്കും, അല്ലേ? എന്താണ് അത്? നമ്മൾ മനസ്സിലാക്കുക. ആ മെസ്സേജിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ? നിങ്ങൾ എന്നൊരു ജോലി എടുത്തുകൊണ്ട്, ഗവൺമെന്റ് ജോലിയാവട്ടെ, പ്രൈവറ്റ് ജോലിയാവട്ടെ, സെൽഫ് ജോലി, എന്തോ ജോലിയാവട്ടെ, ആ ജോലിയോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിത്യവൃത്തി കഴിഞ്ഞു പോവാം. എങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ മാറ്റം തന്നെ, നിങ്ങൾക്കൊരു ഫ്രീ ടൈമിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ, നിങ്ങൾ ഇല്ലാതിരുന്നാലും അതിന്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അപെക്സിനെ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ അപെക്സിനെ ചെറിയൊരു എഫേർട്ട് എടുത്താൽ മതി. ചെറിയൊരു എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് വലിയ ഇൻകം ഇവിടെ വാങ്ങാൻ കഴിയും. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇന്ന് വരെ ഒരാളെ ഡയറക്റ്റ് നേരിൽ പോയി കണ്ട് ഈ ബിസിനസ് പറഞ്ഞിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് എൻ്റെ ബിസിനസ് വളർത്തിക്കൊണ്ടുപോരുന്നത്. ഇന്നും ഞാൻ 50-ലേറെ ആളുകൾക്ക് എൻ്റെ മെസ്സേജും എൻ്റെ വോയിസും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മളത് ഒഴുക്കുമ്പോഴാണ്. ഞാൻ ഇന്ന് എവിടെയോ പോയില്ല എൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇന്ന് കാലത്ത് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇത് സമയം വരെ ഉണ്ട്. ഞാൻ 90% എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കാലത്തിനനുസരിച്ച് നമ്മൾ വളരാൻ, മുന്നോട്ട് വരാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2025 അനുകൂലമാവണോ പ്രതികൂലമാവണോ
ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ, അതോ നിങ്ങൾ പോയ മാതിരി തന്നെ പോയാൽ മതിയോ? നിങ്ങൾ അപേക്ഷ ചെയ്യണ്ട. ചില ആളുകളോട് പറഞ്ഞാൽ പറയും കോടീശ്വരൻ ആവേണ്ട മാഷെ, അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി, എനിക്കത് പോരാ. എന്റെ കാര്യം പറയും, എനിക്കത് പോരാ. എനിക്ക് ഏറ്റവും എന്റെ നാട്ടിൽ ഒരു കോടീശ്വരനാവണം. അതെന്തിനാ അറിയോ? എനിക്ക് കുറെ പാപങ്ങളെ സഹായിക്കണം, എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്, കുറെ ഉദ്ദേശങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കണം. അല്ലാതെ എനിക്ക് മാത്രം കുറെ ക്യാഷ് സമ്പാദിക്കുക എന്നല്ല എന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കും അതുപോലെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപെക്സിനെ ഏറ്റെടുക്കണം. അപെക്സിന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് ദൈവത്തിന്റെ ഭൂമിയിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അത്രക്കും സിംപിൾസിറ്റി ഉള്ള ഒരു പ്ലാനാണ് അപെക്സിനുള്ളത്. എന്താണ് അപെക്സ്? അപെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് ആണ്. ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് ആണ്. എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് വെർച്വൽ പണമാണ്. ഇലക്ട്രോണിക് വെർച്വൽ പണം. നമ്മളെ കൈ കൊണ്ട് അത് നമുക്ക് സ്പർശിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പല ആളുകളും ട്രാവലിംഗ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് സൗദി അറേബ്യക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ UAE പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഗൾഫ് കൺട്രിയിലേക്ക് പോകുക, അല്ലെങ്കിൽ അമേരിക്കക്ക് പോവുകയാണെങ്കിൽ, എൻ്റെ അടുത്തുള്ള രൂപയെ, എൻ്റെ അടുത്തുള്ള ഇന്ത്യൻ മണിയെ ഞാൻ ആ എയർപോർട്ടിലെ എക്സ്ചേഞ്ചിൽ കൊടുത്ത് ഞാൻ പോകുന്ന രാജ്യത്തെ കറൻസിയാക്കി മാറ്റും അല്ലെ. ഞാൻ ഇവിടുന്ന് സൗദി അറേബ്യക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ അത് റിയാലാക്കി മാറ്റും, അല്ലെങ്കിൽ ദിർഹമാക്കി മാറ്റും, ദിനാറാക്കി മാറ്റും, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറാക്കി മാറ്റും. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വാലറ്റില് നിങ്ങൾക്ക് USDT ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തെ എവിടേക്കും പോവാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ, ഒരു രാജ്യത്തേക്ക് ഒരു കറൻസി കൊണ്ടുപോവാൻ നമുക്കൊരു പരിധിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ക്രിപ്റ്റോ നിങ്ങളടുത്തുള്ളത് കൊണ്ടുപോകാൻ എന്ത് വേണ്ട, ഒന്നുമില്ല, ഒരു ലിമിറ്റേഷനും ഇല്ല. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ഉദാഹരണം പറയാം, നമുക്ക് ഒരു ഗോൾഡ് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അതിനെന്തുണ്ട്? ഈ നമ്മുടെ CBDT, അതായത് നമ്മുടെ CBDT നിയമമുണ്ട്. എന്താണ്? RBIയിലെ ഒരു വിഭാഗമാണ് CBDT. ഈ CBDT നിയമം എന്താണ്? ഒരാൾക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഗോൾഡ് 250 ഗ്രാമാ ഒരു വ്യക്തിക്ക്. ഇപ്പൊ ജോൺ തോമസ് സാർ ഇവിടെ ഗോൾഡ് വാങ്ങി ഹോൾഡ് ചെയ്യാൻ ഗവൺമെന്റ് അനുശാസിക്കുന്നത് 250 ഗ്രാമാ. നേരം പറഞ്ഞൊരു ലേഡി, അത് കല്യാണം കഴിച്ച ലേഡി അല്ലെങ്കിൽ ആ ലേഡിക്കും തന്നെ 250 ഗോൾഡ് ഹോൾഡ് ചെയ്യാം, 250 ഗ്രാം. നേരെ മറിച്ച് ആ ലേഡി ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു മാരേജ് കഴിഞ്ഞ ലേഡി ആണെങ്കിൽ ആ ലേഡിക്ക് 500 ഗ്രാം ഹോൾഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ചുരുക്കത്തില് ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കല്യാണം കഴിഞ്ഞ മോളും ഒരു മോനും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലിക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഗോൾഡിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 950 ഗ്രാമാണ്. 950 ഗ്രാമേ ഹോൾഡ് ചെയ്യാൻ RBIയിലെ CBDT അനുശാസിക്കുന്നുള്ളൂ. അപ്പൊ ഇതിനെന്തുണ്ട്? പരിധി ഉണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളടുത്ത് 1 കോടി ക്രിപ്റ്റോ ഉണ്ട്, നോ പ്രോബ്ലം. അവിടെ നിങ്ങളെ മൊബൈലാണ് ഇതുള്ളത്. ഇത് നിങ്ങൾ അമേരിക്കയ്ക്കോ മറ്റ് ഏത് വിദേശ രാജ്യങ്ങൾക്ക് പോവാൻ ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ മൊബൈലുമായി കണക്റ്റഡ് ആണ്. നമുക്കറിയുന്ന ദുബൈയിലും മറ്റു സ്ഥലത്തും എന്തിനധികം പറയുന്നത്, നമ്മുടെ കൊച്ചിയില് ലുലു മാളില്, അതുപോലെ കോഴിക്കോട് ലുലു മാളിലൊക്കെ നമ്മളെ കയ്യിൽ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ക്രിപ്റ്റോ ലോകം വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇതൊന്ന് പഠിച്ചിട്ട് ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ നല്ല ഒരു പൊസിഷനിൽ എത്താൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം, നല്ലൊരു വരുമാനം ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ അപെക്സിനെ ഏറ്റെടുക്കുക. അപെക്സിന്റെ പ്ലാന് വളരെ സിമ്പിളാ. ഈ അപെക്സിന്റെ പ്ലാന് ചെയ്യാൻ മിനിമം ഒരു 4500 രൂപ ഉണ്ടായാൽ മതി.
ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു പാർട്ട്ണറായിട്ട് വരാം, എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെ ഒരു ഇൻവെസ്റ്ററായിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനും ആവാം. ഞാൻ ഈ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്ററും ആണ്, ഞാൻ ഇതിന്റെ പ്രൊമോട്ടറുമാണ്. അപ്പൊ നിർബന്ധമില്ല. ചില ആളുകൾക്കുണ്ട് ഇൻവെസ്റ്റർ ആവാനേ താല്പര്യമുള്ളൂ. ഒരു ബിസിനസ് ആരോടും പറയില്ല, ആരിലേക്ക് എത്തിക്കൂല, പേടിയാ. കാരണം ജനങ്ങൾ പറയാൻ എന്താണ്, കുറെ പഴയ ആളുകൾ പറഞ്ഞ കുറെ ഡയലോഗും കൊണ്ട് നടക്കുക. ചൂടുവെള്ളത്ത് ചാടിയ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാ പേടിയാണ്. ഇങ്ങനെ കുറെ നെഗറ്റീവ് പറഞ്ഞ് പഠിച്ചിക്കണ്. അത് നിങ്ങൾ ആരൊക്കെയോ കേട്ടു. നിങ്ങൾ എന്തിനത് ഏറ്റു പറയുന്നത്? നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് പറയുന്ന ആളുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം. അതങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ടുള്ള ഇടചേരൽ വിട്ടുനിർത്തവരെ. അവരെ നിങ്ങൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കണത് വരെ ജോലിയുമായിട്ട് അങ്ങനെ പോവാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ജോലിയോടൊപ്പം, നിങ്ങളെ ജോലി ഒഴിവാക്കാതെ ആ ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അപെക്സ് ചെയ്യുക. മിനിമം വേണ്ടത് 4500. പക്ഷെ ഞാൻ പ്രൊമോഷൻ നടത്തുന്നത് മിനിമം 9000 ആണ്. 9000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ചില ആളുകൾ ടെസ്റ്റ് അടിക്കാൻ വരും. ഒരു 4500 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് 9000 ആക്കും, പിന്നെ ലക്ഷങ്ങളാക്കും. അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാന് 9000 പ്രൊമോഷൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ 9000 രൂപ ഒരാള് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ സ്പോട്ടിൽ 1000 അപെക്സ് ടോക്കൺ കിട്ടും. എത്ര? 1000 അപെക്സ് ടോക്കൺ. പിന്നെ ആ 1000 അപെക്സ് ടോക്കന് 225 ദിവസം സ്റ്റേക്ക്ഡ് ആണ്. അതിമ തൊടാൻ പറ്റൂല. ഈ അപെക്സ് ടോക്കൺ മേലെ 225 ദിവസം വരെ അത് സ്റ്റോറാണ്. അതൊരു സ്റ്റോർ റൂമിൽ അവിടെ പാത്തിച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ അത് സ്റ്റേക്ക്ഡ് ആണ്. ഈ സ്റ്റേക്കിംഗ് പീരീഡ് 365 ദിവസമുണ്ട്, 225 ദിവസമുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 10 മുതൽ ചെയ്യുന്നവർക്കൊക്കെ 225 ദിവസമാണ് പ്രോഫിറ്റ് കിട്ടുക. അതിന് മുമ്പ് ചെയ്തവർക്ക് 365 ദിവസം കിട്ടുന്നുണ്ട്. ഇനി 225 ദിവസത്തിൽ നിന്നും നിങ്ങൾക്ക് 365 ദിവസം ആകണോ? നോ പ്രോബ്ലം. അതിനും കമ്പനിയിൽ ഓപ്ഷൻ ഉണ്ട്. എന്താ അതിന് ഓപ്ഷൻ? അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യും, അയാൾക്ക് 225 ദിവസമേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇനി അയാൾക്ക് അത് 365 ദിവസത്തിലേക്ക് മാറണമെങ്കിൽ ഫേസ് 2, ക്രിപ്റ്റോയിൽ ആദ്യമായിട്ട് ഫേസ് 2 കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ആണ് അപെക്സ് ടോക്കൺ. അപെക്സ് ടോക്കണിലെ ഫേസ് 2 നിങ്ങൾ $50, ഒരു $100, അല്ലെങ്കിൽ 4500 രൂപയോ ഒരു 9000 രൂപയോ അവിടെയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 225 നിന്ന് നിങ്ങൾക്ക് 365 മാറാം. അപ്പൊ അതിന് താല്പര്യമുള്ളവര് നിങ്ങൾ ആരാണോ ഈ അപെക്സിലേക്ക് കൊണ്ടുവന്നത് ആ ലീഡറുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും. ഓക്കെ. അപ്പൊ നിങ്ങൾ 9000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് 1000 അപെക്സ് ടോക്കൺ കിട്ടും. അതവിടെ സ്റ്റേക്ക്ഡ് ആണ്. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ROI ചുരുക്കപ്പേരിൽ പറയും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഈ ROI നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നിപ്പോ ഒരാൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്താൽ, പുതിയ ഒരാൾ ജോയിൻ ചെയ്താൽ, ഇന്ന് മുതൽ നാളെ മുതൽ അദ്ദേഹത്തിന് 9000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് $1 കിട്ടും, ഒരു USDT കിട്ടും. ഒരു USDT എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 90 ഇന്ത്യൻ രൂപയാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു USDT എന്ന് പറഞ്ഞാൽ 90 ഇന്ത്യൻ രൂപയാണ്. അപ്പൊ 9000 രൂപ ഒരാൾ ഇൻവെസ്റ്റ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, നാളെ മുതൽ അദ്ദേഹത്തിന് $1 കിട്ടും. ഇങ്ങനെ ഇദ്ദേഹത്തിന് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം, ഒരാഴ്ചയിൽ 5 ദിവസം ഇദ്ദേഹത്തിന് $1 വന്നുകൊണ്ടിരിക്കും. ഇത് ഇദ്ദേഹത്തിന്റെ കറണ്ട് ബാലൻസ് അങ്ങ് കാണാം.
സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കറന്റ് ബാലൻസ്. അവിടെയാണ് ഇത് കാണുക. നിങ്ങൾ ID ഓപ്പൺ ചെയ്താൽ കറന്റ് ബാലൻസ് എന്നുണ്ടാകും, അപെക്സ് ടോക്കൺ ബാലൻസ് എന്നുണ്ടാകും. അപ്പൊ കറന്റ് ബാലൻസിലാണ് ഡെയിലി നിങ്ങൾക്ക് വരുന്ന ആ പ്രോഫിറ്റിനെ, ROIനെ കാണാൻ പറ്റുക. അത് 10 USDT അവിടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് 3 അപെക്സ് ടോക്കൺ നിങ്ങൾ വേറെ വാങ്ങണം. മനസ്സിലാക്കണം. ഒരു വിഡ്രോവലിന് ഒരു ബാങ്കിലേക്ക് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ 3 അപെക്സിന്റെ ടോക്കൺ വേണം. ഗ്യാസ് ഫീ ആയി ഈടാക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിൽ നിന്ന് പോവോ? ഇല്ല. അത് നമ്മൾ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ ലീഡറോടോ ആരെങ്കിലോട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ടോക്കൺ വാങ്ങണം. അപ്പൊ നിങ്ങളൊരു 300 രൂപയോ 500 രൂപയോ 1000 രൂപയോ നിങ്ങളെ ലീഡർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ മെയിൻ ID, ആദ്യത്തെ ID കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് പറയാം, എനിക്ക് 1000 രൂപക്ക് അല്ലെങ്കിൽ 500 രൂപക്ക് 300 രൂപക്ക് അപെക്സ് ടോക്കൺ വേണം, ഈ IDയിലേക്ക് അയക്കൂ. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ചെയ്യും, ആ അപെക്സ് ടോക്കനെ നിങ്ങൾ IDയിലേക്ക് അയക്കും. ആ അപെക്സ് ടോക്കൺ മിനിമം 3 വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും 3 അപെക്സ് ടോക്കൺ വേണമെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ന് ഒരാൾ വിഡ്രോ ചെയ്തു, ഇയാൾക്ക് നാളെയും വേണമെങ്കിൽ ചെയ്തൂടെ, മറ്റന്നാളും ചെയ്തുകൂടെ? ചെയ്യാം. പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ ഗ്യാസ് ഫീ കൂടുതൽ വരും. അതായത് 20% കട്ടാവും എന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് അത്യാവശ്യം ക്യാഷ് വേണം, ഇന്നൊരാൾ ചെയ്തിട്ടുണ്ട്, അയാൾക്ക് നാളെയും ചെയ്യണം. ഇപ്പൊ ഞാൻ 31-ാം തീയതി വിഡ്രോ ചെയ്തൊരു വ്യക്തിയാണ്. ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ വരുമാനം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതില് വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന നമ്മുടെ അപെക്സ് കസ്റ്റമർ കെയറിലെ ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ അൻവർ സാറ്. നിങ്ങൾ അൻവർ സാർ എന്ത് മെസ്സേജും കൊടുത്തിരിക്കും, അൻവർ സാറ് വളരെ സഡനായിട്ട് വളരെ പെട്ടെന്ന് അതിന് റീപ്ലൈ തരും. അതാണ് അപെക്സിന്റെ കസ്റ്റമർ കെയറിന്റെ ഒരു പ്രത്യേകത. എന്ത് വിഷയങ്ങൾ ചോദിച്ചാലും അതിന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾ കസ്റ്റമർ കെയറിനെ സമീപിച്ചാൽ അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കമ്പനി അത്രയും, ഇന്നൊരാൾ വിഡ്രോ ചെയ്താൽ അയാൾക്ക് കമ്പനി പറയുന്നു 48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ബാങ്കിലേക്ക് നിങ്ങൾ വിഡ്രോ ചെയ്ത ക്യാഷ് ക്രെഡിറ്റ് ആവും. എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ബാധകം. ഇല്ലെങ്കിലോ നമ്മൾ ഇന്ന് വിഡ്രോ ചെയ്താൽ നാളെ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ ഞാൻ 31-ാം തീയതി വിഡ്രോ ചെയ്തു, എനിക്ക് ആ ക്യാഷ് വന്ന ഇന്നാണ്. എന്താ കാരണം? 1-ാം തീയതി പബ്ലിക് ഹോളിഡേ ആയിരുന്നു അല്ലെ. നമ്മുടെ കമ്പനി അപെക്സ് എന്ന കമ്പനി UK ബേസ്ഡ് ആയിട്ട് കമ്പനിയാണ്. അപ്പൊ UK പബ്ലിക് ഹോളിഡേ ആണ്. എന്നാൽ ഇന്ന് നമുക്ക് കേരളത്തിൽ ഒഴിവല്ലേ അല്ലെ, ഇന്ന് ഹോളിഡേ ആയിരുന്നു. എന്നിട്ട് നമുക്ക് വരുമാനം വരാതെ ഇരുന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് അല്ലെ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബാങ്ക് വർക്കിംഗ് ഡേ ആണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ വിഡ്രോ കൊടുത്ത വരുമാനം വരും, അല്ലെങ്കിൽ ROI വരും, യാതൊരു കുഴപ്പമില്ല. എന്നാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ പുതിയ ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ അയാൾക്ക്, ഉദാഹരണം പറയാം, ഒരാളിപ്പോ വെള്ളിയാഴ്ച ഒരു ID ആക്ടിവേഷൻ ചെയ്തു, എന്നാൽ അയാൾക്ക് ROI ശനിയാഴ്ച വരുമോ? വരൂല. ഞായറാഴ്ച വരുമോ? വരൂല. എന്നാൽ നമ്മൾ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്തുണ്ട്? റെഫറൽ ഇൻകം സ്പോട്ടിൽ കിട്ടും. ഇന്നിപ്പോ ശനിയാഴ്ചയാണ് കരുതിക്കോളൂ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇന്ന് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ്. ഞാൻ ഒരാളെ ബിസിനസ്സിലേക്ക് ഈ ഒഴിവ് ദിവസം കൊണ്ടുവന്നു, എന്നാൽ എനിക്ക് റെഫറൽ ഇൻകം $10 കിട്ടുന്നത്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എമൗണ്ടിന്റെ 10%. ഞാൻ 9,000 രൂപക്ക് ഒരാൾ ചെയ്താലാണ് $10 എന്ന് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കെയർ ഓഫിൽ, അയാൾ ചെയ്യുന്ന എമൗണ്ടിന്റെ 10% സ്പോട്ടിൽ നിങ്ങൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ബൈനറി മാച്ചിങ് പിറ്റേ ദിവസം നിങ്ങളെ അക്കൗണ്ടിൽ വരും. അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇന്ന് ഞാൻ അപെക്സ് വാങ്ങിയത് എത്ര നിങ്ങൾക്ക് അറിയോ? ആരോടും പറയണ്ട കേട്ടോ. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആളുകളോട് പറയണേ, ഞാൻ പറയില്ല. ഇന്ന് ഞാൻ അപെക്സിലൂടെ വരുമാനം വാങ്ങിയത് 14,535. എത്ര? 14,535. ആരോടും പറയണ്ടോ, ആളുകൾ കണ്ണു നോക്കുള്ളൂ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ, എന്റെ വിഷന് വലുതാ.
എനിക്ക് ഈ മാസം എന്താണ് നേടേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിഞ്ഞാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ ഏറ്റെടുത്തോളിയും. റഷീദ് അലി മാസ്റ്റർക്കും നിങ്ങൾക്കൊക്കെ ഒരേ അവസരമാണ്. ഷബീർ സാർ ഇങ്ങക്ക് നല്ല കൊച്ചു കളറാകാം കേട്ടോ. എല്ലാരും അവസരം ഒന്നാ അപെക്സ് ടോക്കൺ തന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ ഏറ്റെടുക്കി ചെയ്യും. അഗൈൻ ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ നമ്മൾ ചെയ്തുകൊണ്ടേ തരുന്നതും ദൈവം തമ്പുരാനാണ്. പടത്തോം തരും നമുക്ക്. നമ്മൾ ചെയ്യുക. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നന്ദിയുള്ളവരാകുക, ദൈവത്തോട് നന്ദിയുള്ളവരാകുക, നമ്മുടെ ലീഡറോട് നന്ദിയുള്ളവരാകുക, അപെക്സ് ടോക്കൺ സിഇഒനോട് നന്ദിയുള്ളവരാകുക, നമ്മുടെ അപെക്സിന്റെ കസ്റ്റമർ കെയറിനോട് നന്ദിയുള്ളവരാകുക. എല്ലാവർക്കും വേണ്ടി നമ്മൾ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളും എല്ലാവർക്കും രക്ഷപ്പെടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 225 ദിവസം $1 വെച്ച് കിട്ടും. അതായത് $1 എന്ന് പറഞ്ഞാൽ 90 രൂപ വെച്ച് കിട്ടും. സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ 9,000 ഇൻവെസ്റ്റ് ചെയ്താൽ അയാളോട് പറയാ 225 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് 90 രൂപ വെച്ച് കിട്ടും. അപ്പൊ 225 വർക്കിംഗ് ഡേയ്സിൽ 90 രൂപ എന്ന് പറയുമ്പോൾ എത്ര രൂപ ഉണ്ടാവും? 20,250 രൂപ ഉണ്ടാവും. എത്ര? 20,250 രൂപ. 225 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1000 അപെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഈ 1000 അപെക്സ് ടോക്കണ് അന്നത്തെ എക്സ്ചേഞ്ചിലെ വില അനുസരിച്ച് വിൽക്കാം. അന്ന് എത്രയാണോ ഒരു ടോക്കന്റെ വില? ചിലപ്പോ $10, ചിലപ്പോ $15 ആവും. ഞാൻ പറയുന്നത് ഒരു $5 ആയാൽ, ഒരു അപെക്സ് ടോക്കന്റെ വില $5 ആയാൽ 9,000 മുടക്കിയ വ്യക്തിക്ക് എത്ര ഉണ്ടാവും? 1000 അപെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. 1000 × 5 എത്രയായി? 5000. 5000 USDT ആയി. × 90. ഞാൻ പറഞ്ഞു ഒരു USDT എന്ന് പറയാൻ 90 രൂപയാണ്. × 90 അപ്പൊ എത്രയായി? 5000 × 90 എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു ഹോപ്പ് പറയുന്ന കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ പറയാം. കമ്പനി പറഞ്ഞൊന്നല്ല. കമ്പനി പറയുന്നത് വെച്ചാൽ അന്ന് എന്താ എക്സ്ചേഞ്ചിലെ റൈറ്റ് അത് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ചോ, $1 ആയിക്കോട്ടെ ഒരു അപെക്സ് ടോക്കന്റെ വില, എന്നാലും അത് കിട്ടൂലേ? വെറുതെ കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ആട്ടുംകുട്ടീന്റെ പല്ല് പിടിച്ചു നോക്കണ്ടാറില്ല പഴയ കാരണന്മാര് എന്ന് പറയുന്നത് പോലെ. ഇനി കമ്പനി അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ കമ്പനി പറയുന്ന പോലെ, അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഒരു അപെക്സ് ടോക്കന്റെ വില $10 ആയാൽ ആലോചിച്ച് നോക്കി. 9,000 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 1000 അപെക്സ് ടോക്കൺ കിട്ടി. അപ്പൊ 1000 × 10 × 90. അപ്പൊ 4.5 ലക്ഷം ഒന്നുമല്ല കിട്ടുക. അപ്പൊ എത്ര കിട്ടും? 9 ലക്ഷം കിട്ടൂലേ? ഞാനിവിടെ $5 ആയെങ്കിലേ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. ഒരു അപെക്സ് ടോക്കന്റെ വില 5 USDT ആയാൽ, ഇപ്പൊ 10 ആയാലോ 9 ലക്ഷം കിട്ടൂലേ? അതിന് പുറമെ നിങ്ങൾക്ക് 225 ദിവസങ്ങൾ സ്റ്റേക്കിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ROI കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അപെക്സിൽ. ആ 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ മിനിമം, ഒരു മാസത്തിൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്കൊരു 22, 23, 21 ദിവസം കൂട്ടാം കേട്ടോ. അപ്പൊ 22 ദിവസം നമ്മൾ മീഡിയം കണക്ക് കൂട്ടാം. ഒരു 22 ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 21,000-നും 22,000-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് എവിടെയെങ്കിലും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, ഏതെങ്കിലും ബിസിനസ്സിൽ, ഏതെങ്കിലും ബാങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ എവിടുന്നെങ്കിലും 21,000-നും 22,000-നും ഇടയിൽ എമൗണ്ട് കിട്ടുമോ? കിട്ടൂല. ലോകത്ത് ഒരു ബിസിനസ്സും കിട്ടൂല. മാത്രല്ല, നിങ്ങൾ എത്ര രൂപയാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ആ ക്യാഷ് 4.5 മാസം കൊണ്ട് നിങ്ങളെ ക്യാപിറ്റൽ എമൗണ്ട്, നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സംഖ്യ നിങ്ങൾക്ക് 4.5 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാക്കി?
അപ്പൊ ഒരാൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്ക് ഒരു മാസത്തിൽ ഒന്നും ചെയ്യാതെ അയാൾ വീട്ടിൽ മിണ്ടാതിരുന്നു എങ്കിൽ അയാൾക്ക് 21,000-നും 22,000-നും ഇടയ്ക്കുള്ള എമൗണ്ട് കിട്ടും. മാത്രാണോ കമ്പനിന്റെ പല റാങ്കും ഉണ്ട്. കുറെ ജലദോഷമൊക്കെ പിടിച്ചിട്ടേ ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. എന്നാലും മീറ്റിംഗ് മുടക്കാൻ പറ്റൂല എന്ന് എഴുതിയിട്ടാണ് നമ്മൾ മീറ്റിംഗിൽ വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മള് 1 ലക്ഷം മുടക്കിയാൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഒരാൾ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. മാത്രമല്ല അപ്പൊ അയാൾക്ക് ഈ എമൗണ്ട് കിട്ടുന്നതിന് പുറമെ റാങ്ക് അച്ചീവ് ചെയ്യും. ഞാൻ ഇപ്പൊ കമ്പനിയുടെ ഗോൾഡ് ഒക്കെ അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. നമ്മുടെ ലീഡർ നജാബ് സാർ എന്തിനേക്കാളും മുമ്പ് ഗോൾഡ് റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്ത വ്യക്തിയാണ്, ഗോൾഡ്. അപ്പൊ നമുക്ക് അതൊക്കെ കിട്ടും. പല റാങ്കുകളും കമ്പനിയിലുണ്ട്, അതൊക്കെ നമുക്ക് നേടാം. അതിന് പുറമെ നമുക്ക് ഇപ്പൊ കമ്പനി ഒരു ഓഫർ ഉണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 31 അവസാനിക്കുന്ന ഓഫർ ആയിരുന്നു. പക്ഷെ ആ ഓഫർ കമ്പനി നീട്ടി. ഈ മാസം 10-ാം തീയതി വരെ, ജനുവരി മാസം 10-ാം തീയതി വരെ 1 ലക്ഷം രൂപ ഒരു ഐഡിയിൽ, നല്ല ശ്രദ്ധിക്കണേ, 1 ലക്ഷം രൂപ ഒരു ഐഡിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഓർക്ക് എന്ത് കിട്ടും? ഒരു മൈസൂർ ട്രിപ്പ് കിട്ടും. മൈസൂരിൽ വെച്ച് കമ്പനിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഈ മാസം 22, 23 തീയതികളിൽ. അങ്ങനെ അതിൽ അച്ചീവ് ആയവര് ഈ മാസം 22-ാം തീയതി 2 മണിയാവുമ്പോൾ മൈസൂരിൽ എത്തണം. അതിന്റെ വെന്യൂ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സ് നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് അവസരം ഉണ്ടെന്ന് 2-ാം തീയതി ആയിട്ടുള്ളൂ. ഈ വരുന്ന 10-ാം തീയതി വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ 10-ാം തീയതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആരെങ്കിലും 1 ലക്ഷം രൂപ ഒരു ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞ 1 ലക്ഷം രൂപയാണ് കേട്ടോ, USDT അല്ല, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, USDT അല്ല രൂപയാണ്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 21,000-നും 22,000-നും ഇടയ്ക്കുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. നിങ്ങളൊന്നും ചെയ്യാതെ മിണ്ടാതിരുന്നോളി, കിട്ടും. അതിന് പുറമെ കമ്പനിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവിടെ റാങ്ക് അച്ചീവ് ചെയ്യാനൊക്കെ കഴിയും. ഓക്കെ. അപ്പൊ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാസം 10-ാം തീയതിന്റെ ഉള്ളിൽ 1 ലക്ഷം രൂപ ഒരു ഐഡിയില്. ഇപ്പൊ ഇനി ഒരാൾ ഉദാഹരണം പറയാം, ഒരാൾ 9,000 ഒരു ഐഡി ചെയ്തിട്ടുണ്ട്. ആ ഐഡി തന്നെ ചെയ്താൽ മതി, അതന്നെ അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കൊരു ഐഡി ഉണ്ട്, ആ ഐഡി എത്ര വേണമെങ്കിലും ചെയ്യാം, എത്ര ഐഡി അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ 9,000 ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ 4,500 ചെയ്തിട്ടുണ്ട്, അതായത് 50 USDT ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 100 USDT ചെയ്തിട്ടുണ്ട്. അതിനെ മാറ്റിയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ ആ ഫസ്റ്റ് ഐഡി തന്നെ 1 ലക്ഷം ആൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം അയാൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഈ കമ്പനിന്റെ അച്ചീവ്മെന്റ് അതല്ലെങ്കിൽ കമ്പനി അവിടെ പറഞ്ഞത് 15,000 ബിസിനസ് വോളിയം വരണം. 15,000 ബിസിനസ് വോളിയം നിങ്ങൾ റൈറ്റിലും ലെഫ്റ്റിലും ബിസിനസ് മാച്ച് ചെയ്താലും മതി. 15K കേട്ടോ. ഈ 15K 15,000 ബിസിനസ് വോളിയം റൈറ്റിൽ നിങ്ങളെ ID തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ എത്ര വന്നിട്ടുണ്ട്, നിങ്ങളെ റാങ്ക് ഒക്കെ അവിടെ കാണും. ആ റാങ്ക് കാണാൻ അവിടെ എഴുതിയിട്ടുണ്ട് എത്ര ഉണ്ട്. അപ്പൊ നിങ്ങളെ റൈറ്റിലും ലെഫ്റ്റിലും 15K 15,000 ബിസിനസ് വോളിയം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മൈസൂർ ട്രിപ്പ് അച്ചീവ് ആവും. ഇനി ക്യാഷ് ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ബിസിനസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി, ബിസിനസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ. അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഡിസംബർ 10-ാം തീയതി മുതൽ ആക്ടിവേഷൻ ചെയ്തവര് 225 നിന്നും 225 ദിവസത്തിൽ നിന്നും 365 ദിവസത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 225 ദിവസത്തെ വിട്ട് 365 ദിവസം നിങ്ങൾക്ക് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലീഡറുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ് 2-ല് ഒരു $50 $100 ചെയ്യുക. അത് നിങ്ങൾ ആരാണോ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അപ്പൊ അദ്ദേഹം ചെയ്തു തരും. ഒരു $100 മീൻസ് നമുക്ക് ഒരു 9,000 രൂപ അല്ലെങ്കിൽ 4,500 രൂപ
നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് 2 വന്നിട്ട് 365 ദിവസം പ്രോഫിറ്റ് വാങ്ങാൻ കഴിയും. ഇത് ഈ 2 കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ബിസിനസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബിസിനസ് പറയാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണോ അത് ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം ചെയ്തു തരും. ഇത്ര സിമ്പിൾ ആണ് അപ്പച്ചന്റെ ബിസിനസ്. പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. എന്താ കാര്യം? ഇതില് റെഫറൽ ഇൻകം ഉണ്ട്, ബൈനറി ഇൻകം ഉണ്ട്. അപ്പൊ ഞാൻ 9,000 രൂപക്ക് ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്തു. മനസ്സിലാക്കണേ, ഞാൻ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്റെ സുഹൃത്തിനോട് ഈ ബിസിനസ് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് ഒരു 9,000 ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന കാരണം കൊണ്ട് എനിക്ക് റെഫറൽ ഇൻകം ആയിട്ട് $10 കിട്ടും. $10 മീൻസ് 900 രൂപ കിട്ടും. ഇനി ഞാൻ എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഒരു സൈഡില്, അത് ചിലപ്പോൾ റൈറ്റ് ആവാം ലെഫ്റ്റ് ആവാം, ഞാൻ അവരെ ഒരു സൈഡ് ഞാൻ നോക്കിക്കൊണ്ടുപോകും. ഞാൻ ബിൽഡ് ചെയ്യും ഒരു സൈഡ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ആ എൻട്രി റെഫറൽ ഇൻകം ഞാൻ പറഞ്ഞ 900 കിട്ടുന്നില്ലേ, ആ ഇൻകം മാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഇയാൾ കൊണ്ടുവന്ന ID മാച്ച് ചെയ്യുമ്പോൾ റെഫറൽ ഇൻകം 10ഉം ബൈനറി 10ഉം കിട്ടും. അപ്പൊ നമ്മൾ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു വ്യക്തിയെ 9,000 രൂപ കണ്ടതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് 1,800 രൂപ കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കണി, നമുക്ക് ഒരു ദിവസം എത്ര പേരോട് ബിസിനസ് പറയാൻ കഴിയും? വീട്ടിലിരുന്നിട്ട് വെറുതെ കോൾ ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മീറ്റിങ്ങിന് ലിങ്ക് അയച്ചു കൊടുക്കുക, വോയിസ് കൊടുക്കുക. നിങ്ങൾ ഒരു ദിവസം 1,800 രൂപ കിട്ടാനേ ഏത് ജോലിക്കാ നിങ്ങൾ പോവുക? ഞാൻ പറഞ്ഞു, ഇന്ന് ഞാന് ഒരു 14,500 ചില്ലാനും രൂപ വാങ്ങി. ഈ 58 വയസ്സായ ഈ സാധുവായ ഞാന് ഏത് ജോലിക്കാ പോവാ? ഇന്ത്യക്കാരും വലിയ സാധുവാർ ആരും ഉണ്ടാവില്ല. ഈ സാധുവായ ഞാൻ ഏത് ജോലിക്ക് പോയാലാണ് ഇന്ന് 14,500 രൂപ കിട്ടുക? എവിടുന്നും കിട്ടൂല. അതാണ് അപേക്ഷ. അപ്പൊ 58 വയസ്സായ റഷീദ് അലി മാസ്റ്റർക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ സുമുഖന്മാരും സുന്ദരന്മാരുമായ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്ക് ചെയ്തുവിടത്? നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്? ഞാനൊക്കെ ഈ പ്രായം, എന്റെ കുറെ ഫ്രണ്ട്സിനൊക്കെ മരിച്ചുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. നിങ്ങൾക്കൊക്കെ പുതിയ പുതിയ യുവാക്കളാണ്. നിങ്ങള് യുവത്വം തുളുമ്പുന്നവരാ. നിരവധി കണക്ഷൻ, നിരവധി ഇന്നത്തെ ടെക്നോളജി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവര്. അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ് ഒന്ന് ഏറ്റെടുത്ത് എത്ര പേർക്ക് ബിസിനസ് കൊടുക്കാൻ കഴിയും? നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊക്കെ ഈ ബിസിനസ്സിൽ ഏൺ ചെയ്ത കൈയുടെ കോടീശ്വരന്മാരും കോടീശ്വരികളും ആകാൻ കഴിയില്ലേ? അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവസരത്തെ എല്ലാവർക്കും കൊടുക്കുക. ഞാൻ എന്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാൻ അവസരം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെ ലീഡർ റെഡി ആയി നിൽക്കുകയാണ്. ഇനി മറ്റൊരു ലീഡേഴ്സ് ഇതിലുണ്ട്. മാത്രമല്ല അപെക്സിന്റെ അഡ്മിനും ഈ ഗ്രൂപ്പിലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. യെസ്, അപെക്സിന്റെ അഡ്മിൻ, നമ്മളെ കസ്റ്റമർ കെയറിന്റെ അഡ്മിൻ ഈ ഗ്രൂപ്പിൽ ഇപ്പം മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം ചോദിച്ചാൽ ഇനി നജാബ് സാറിന് അറിയാത്തതാണെങ്കിൽ ഗ്രൂപ്പ് അഡ്മിൻ അല്ലെങ്കിൽ അപെക്സ് ടോക്കന്റെ അഡ്മിന് നിങ്ങൾക്ക് അതിന് വിവരം തരും. അപ്പൊ നിങ്ങളെല്ലാവരും അപെക്സിനെ പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ വീണ്ടും 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 അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ വാക്കിനെ, 2025 നിങ്ങളെ ജീവിതത്തിലെ വഴിത്തിരിവാവണോ സുഹൃത്തുക്കളെ വേണ്ടോ? നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളും എടുക്കുക. ഞാൻ മാത്രം കോടീശ്വരന്മാരായ ഈ മീറ്റിംഗ് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരായ ആയാൽ എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ ഒരു പ്രോഗ്രാം കേട്ടിട്ട്, എൻ്റെ ഒരു മീറ്റിംഗ് കേട്ടിട്ട്, എൻ്റെ ടോക്ക് കേട്ടിട്ട് നിങ്ങളൊക്കെ ഈ ബിസിനസ് പഠിച്ചതിലേക്ക് വന്നാൽ നാളെ നിങ്ങളും നിങ്ങളെ കുടുംബമൊക്കെ രക്ഷപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു പ്രാർത്ഥന എനിക്കുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളെ മീറ്റിങ്ങിന്റെ ലിങ്ക് എല്ലാവർക്കും കൊടുക്കും. ആർക്കും അവിടെ ടീമൊന്നുമില്ല. അപെക്സ് ഒറ്റ ഫാമിലി. നമുക്ക് ഈ ബിസിനസ്സിൽ എല്ലാവരെയും ജീവിതം ഒന്ന് മാറ്റിമറിക്കണം. അങ്ങനെ ഈ 2025 നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട അപെക്സിനെ ഏറ്റെടുക്കുക ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ലീഡറിലേക്ക്. നാളെ നിങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരും കോടീശ്വരികളുമായി മാറട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും മനം നൊന്ന് പ്രാർത്ഥിച്ചും ഞാൻ തൽക്കാലം ഈ ടോക്ക് അവസാനിപ്പിക്കുന്നു. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് റഷീദ് അലി മാസ്റ്റർ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ.
നമ്മുടെ എല്ലാം അധ്യാപനം പറഞ്ഞു തന്ന എല്ലാ അധ്യാപകരുടെ രൂപത്തിൽ നമുക്ക് എല്ലാ ക്ലാസ്സും പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഗുരുവര്യനായ നമ്മുടെ ഗ്രേറ്റ് ലീഡർ റഷീദ് മാഷ്. താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മുടെ ടൈം ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം പറയുന്നു, ബാക്കി ഞാൻ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നത് അപ്പെക്സ് ടോക്കൺ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളെല്ലാവരും വിദേശത്ത് പോകുന്നവരാണ്. മാഷ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് രീതിയിൽ ചെറിയൊരു ടോക്ക്. നമ്മളെല്ലാവരും വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന, എല്ലാവരും ഇല്ല, പ്രവാസികളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 18-19 വർഷത്തിലേക്ക് കിടക്കുന്ന ഞാൻ പ്രവാസിയായിട്ട്, നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കാനും, അതായത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഉദാഹരണത്തിന് സൗദിയിലോ ദുബൈയിലോ അല്ലെങ്കിൽ നമ്മുടെ GCC എടുക്കാം, നമ്മളെ യൂറോപ്പ് എടുക്കല്ല, GCC എടുക്കുക. GCC എടുക്കുമ്പോൾ നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത്, ആ ജോലിക്ക് ഇവിടെ നമുക്ക് 23 രൂപ 22 രൂപ രീതിയിലാണ് നമുക്ക് കിട്ടുക, ഒരു റിയാൽ ഒരു ദിർഹത്തിന്, അല്ല മാഷെ? അപ്പൊ നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് എന്താ, അവിടെ കൂടുതൽ ഒരു 1000 ദിർഹംസ് അല്ലെങ്കിൽ 1000 റിയാൽ സമ്പാദിച്ച ഇവിടെ നമുക്ക് അത് 22,000 രൂപ എന്ന തോട്ടിലാണ് നമ്മൾ പോകുന്നത് എല്ലാവരും. കാരണം എന്ത് എക്സ്പെൻസീവ്, അവിടെ ജോലി സാധ്യതകൾ കൂടുതലൊക്കെ ഉണ്ട്. നേരെ മറിച്ച് യൂറോപ്പിലേക്ക് പോകുമ്പോൾ, യൂറോപ്പ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അമേരിക്ക എടുക്കാം. അവിടെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സാലറി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 90 അല്ലെങ്കിൽ 10 മടങ്ങ്, അതായത് ഇവിടുത്തെ അതേപോലെ തന്നെ സാലറി ബേസ്ഡ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആവും. അപ്പൊ നിങ്ങൾ അവിടെ പോകാതെ സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം റൂമിലിരുന്ന് നിങ്ങളുടെ വിരൽത്തുമ്പ് ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, നിങ്ങൾ വാട്സപ്പ്, ഇൻസ്റ്റ, FB ഒക്കെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ. ഇപ്പം റഷീദ് അലി മാഷ് ഇവിടെ പറഞ്ഞു, മാഷെ എവിടെയും പോയിട്ടില്ല. കാരണം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് പറയാനും നമ്മൾ ബസ് കയറി അല്ലെങ്കിൽ ടാക്സി എടുത്ത് നമ്മൾ എങ്ങനെയായാലും നമ്മൾ യാത്ര ചെയ്യണം ഫിസിക്കൽ മീറ്റിന് അല്ലത്. ഇപ്പൊ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഏകദേശം 64-70 പേരുണ്ട്. നമ്മളൊരു ഹാളിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത പോലെ തന്നെയാണ്. ഇതൊരു ടെക്നോളജിയുടേതാണ്, അല്ലേ? സൂം എന്ന ടെക്നോളജിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ 1 അവറിൽ നമ്മൾ ഒത്തുകൂടുകയാണ്. നമ്മളൊരു ഫിസിക്കൽ മീറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്രത്തോളം എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു ഹാൾ അറേഞ്ച് ചെയ്യണം, നിങ്ങൾ എല്ലാവരും അവിടെ വരണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും. ഇത് നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ ലിവിങ് റൂമിലിരുന്ന് അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്ന് നമ്മളൊരു മൊബൈലിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം ടെക്നോളജി. അതേപോലെ തന്നെയാണ് ഈ ടെക്നോളജി ഉപയോഗിച്ച് വിദേശ മണ്ണിൽ ജോലി ചെയ്ത് വിദേശ മണ്ണിൽ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ $1 സമ്പാദിച്ച, ഒരു USDT സമ്പാദിച്ച, അത് നിങ്ങൾ ഇന്ത്യൻ റുപ്പിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90 രൂപയാണ്. 90 രൂപയാണ്. ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഏകദേശം ഈ മാസം 2 ലക്ഷം രൂപയാണ് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. ഏകദേശം ഞാനും അതേ രീതിയിൽ തന്നെയാണ്. ഞാൻ നാളത്തേക്ക്, അതായത് 3-ാം തീയതി to 3-ാം തീയതിയാണ് ഞാൻ വിഡ്രോവൽ കൊടുത്തിട്ടുള്ളത്. നാളെ ഞാൻ വിഡ്രോവൽ കൊടുക്കുന്ന ഒരു വീഡിയോ, ഞാൻ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലായിരിക്കും എൻ്റെ ഈ മാസത്തെ ഡിസംബർ മാസത്തെ വരുമാനം. ഓക്കെ, താങ്ക് യു അപ്പെക്സ്, താങ്ക് യു ലീഡേഴ്സ് എല്ലാവരും. നമ്മുടെ ഈ വരുമാനം കിട്ടാൻ ഞാൻ അർഹനായത്, ഒരു സാധാ പ്രവാസിയായ ഞാന്, മാഷ പോലെ തന്നെ സാധാ പ്രവാസിയായിട്ടുള്ള ഞാന് ഈ എന്താ പറയാ, ഈ വരുമാനം കിട്ടാൻ നമുക്ക് ഭാഗ്യം ചെയ്തത് നമുക്ക് നല്ല ലീഡേഴ്സായി നമ്മുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്തു. അതേപോലെ നല്ല വണ്ടർഫുൾ പ്ലാനുള്ള ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ, അസോസിയേറ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ വരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ നെഞ്ചോട് ചേർത്ത് ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നു. നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേഷനാണ്. ഞാൻ പഠിച്ചത് എഡ്യൂക്കേറ്റ് ചെയ്യണം മറ്റൊരാൾക്ക്, അല്ലാതെ ഞാൻ എന്നും പഠിച്ചത് ഞാൻ തന്നെയാണ് അധിപൻ, ഞാൻ തന്നെയാണ് ലീഡർ എന്ന മനോഭാവത്തോടെ ഇരിക്കാതെ നിങ്ങളെ ലീഡറാക്കി വളർത്താൻ, നിങ്ങളെ ഡൗൺലൈനിൽ നിങ്ങൾ ലീഡറാക്കി വളർത്താം. നമ്മുടെ താഴെ നമ്മൾ വൻമരങ്ങൾ വളരുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി വളരുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് നൽകാം. റഷീദ് അലി മാഷ് ഉണ്ട്, വേറെ മറ്റുള്ള ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉണ്ട്, റൈസ് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. കൂടുതൽ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് കലബിലാക്കണ്ട എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ റൈസ് ഹാൻഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ്
ഒരു 5 മിനിറ്റ് നമുക്ക് അതിനെപ്പറ്റി എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ എല്ലാവർക്കും പല പരിപാടികൾക്കോ പല കാര്യങ്ങൾക്കോ പോകാനുണ്ടായിരിക്കാം, ഡിന്നർ കഴിക്കാനുണ്ടായിരിക്കാം, എല്ലാവരും വെയിറ്റിംഗിലായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു റൈസ് ആൻഡ് ഓപ്ഷൻസ് ആർക്കും എടുക്കാം. ആരുമില്ലേ? ഓക്കെ, ആർക്കും അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ 8137006994 ഈ നമ്പറിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അഥവാ വിളിക്കേണ്ടി വന്നാൽ വിളിക്കാം. ഇനി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടാം. ഞാൻ കാണുന്ന സമയത്ത് അതിന് റീപ്ലൈ കറക്റ്റായിട്ട് തരുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് നല്ലപോലെ ഓർക്കാൻ നിങ്ങളെല്ലാവരും ഞാൻ മാഷോട് അനുവദിച്ചിരുന്ന് പറയുകയാണ്. ഏതായാലും നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഒരു USDT സമ്പാദിച്ചാൽ അത് ഇന്ത്യൻ റുപ്പിയിൽ 90 രൂപയാണ്. കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, 90 രൂപയാണ്. അത് 100 USDT ആണ് നിങ്ങൾ ഒരു ദിവസം സമ്പാദിക്കുന്നത് 900 രൂപയാണ്. നമ്മൾ വിദേശ മണ്ണിൽ പോകാതെ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ജോലി ചെയ്യാതെ, അമേരിക്കയിൽ പോയി ബിസിനസ് ചെയ്യാതെ, അമേരിക്കൻ ഡോളറിൽ ബിസിനസ് ചെയ്യാൻ കിട്ടിയ അവസരം നമ്മുടെ ഏത് നാട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ സ്വന്തം ബെഡ്റൂമിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അവസരം. കൈവിടാതെ ഏറ്റെടുക്കുക, വിജയിക്കുക. എല്ലാവർക്കും ഈ നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സാമ്പത്തിക വിജയം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നാഥൻ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും അപ്പക്സിലൂടെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.